ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ ഇന്ന് കുറച്ച് അരിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിയും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ലഞ്ചിന് ഇത് മാത്രം മതിയാവും, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോഴിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനൊരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 മുട്ട എടുക്കുന്നുണ്ട്. ആകെപ്പാടെ ഞങ്ങൾ 2 പേർക്ക് കഴിക്കാനാണ് ഉണ്ടാക്കുന്നത്. അതിന് കൊണ്ട് 2 എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുട്ടയൊക്കെ ചേർക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഈ മുട്ട ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനൊന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ബട്ടർ മെൽറ്റാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഒന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് ബട്ടറൊക്കെ ഒന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്നങ്ങ് മെൽറ്റാക്കി എടുക്കാം. ഈ സ്പൂൺ അത്ര പോരാ, അതുകൊണ്ട് ഞാൻ വേറെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. കറികളൊന്നും ഉണ്ടാക്കാൻ സമയമില്ലെങ്കിലോ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ലഞ്ച് കഴിക്കണോ, അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തിടണമെങ്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഞാൻ ആ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന മുട്ട ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ മുട്ട പെട്ടെന്ന് അങ്ങ് ഇളക്കരുത്. ഒരല്പം വെന്ത് വരുമ്പോഴേക്കും ഇതുപോലെ ഒന്നങ്ങ് ഇളക്കിയെടുക്കാവേ. ഒരല്പം വലിയ വലിയ പീസസ് ആയിട്ട് നമുക്ക് ഈ മുട്ട കിട്ടണേ, അല്ലെങ്കിൽ തീരെ ചെറുതാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അതാണ്ട് അത്യാവശ്യം മുട്ടയൊക്കെ ഒന്ന് റെഡിയായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവം വരേക്കും ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. വീണ്ടും അതേ പാനിലോട്ട് തന്നെ ഞാനൊരു ചെറിയ ക്യൂബ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ബട്ടർ അല്പം കുറവാന്ന് തോന്നിയിട്ട് ഞാൻ ഒരല്പം ബട്ടറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതും കൂടെ അത് നന്നായിട്ടൊന്നങ്ങ് മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ട ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെളുത്തുള്ളിയൊക്കെ ഇനി നന്നായിട്ടൊന്നങ്ങ് വഴറ്റി ആ ബട്ടറിട്ട് നന്നായിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇത് നല്ലൊരു മണമാട്ടോ, ഈ ബട്ടറിൽ ഈ വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ നന്നായിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം മുളക് പൊടി. അത് എരിവില്ലാത്ത കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെയും നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട മുളക് പൊടിയുടെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചേക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ റൈസ് വേവിക്കുന്ന വീഡിയോ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് അങ്ങ് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത്. അതാണ് ഇങ്ങനെ ഒരു കുഴഞ്ഞ മട്ട കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച മുട്ടയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. ഈ ജീരകശാല അരി വേവുമ്പോൾ ഒരല്പം കുഴഞ്ഞ കണക്കിരിക്കും, പക്ഷേങ്കിൽ അതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും സെറ്റാവും കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കുമ്പം ശരിക്കും ബസ്മതി റൈസിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാണ്ട് ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മസാലയൊക്കെ നന്നായിട്ട് നമ്മുടെ ചോറിൽ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോഴിതാണ്ട് നമ്മുടെ അടിപൊളി ഗാർലിക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കിക്കോ. എന്നിട്ട് ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.